Hi dear students, so question number 11. Assertion reason type question ആണ്. In a vernier caliper, if positive zero error exists, then while taking the measurement, the reading taken will be more than that of the actual reading. Positive error എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ വെർണിയർ കാലിപ്പറിൽ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മളൊരു സീറോ മെഷർമെന്റ് കിട്ടേണ്ട സിറ്റുവേഷൻ അവിടെ ആ ഗ്യാപ്പിൽ ഒന്നും ഇല്ല എങ്കിൽ പോലും നമുക്കൊരു പോസിറ്റീവ് ഇൻറ്റീജർ കിട്ടും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓൾറെഡി അതിലൊരു സീറോനേക്കാൾ കൂടുതലുള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് മെഷർ ചെയ്താലും അതിന്റെ ആക്ച്വൽ വാല്യൂനേക്കാൾ ആ സീറോയില് നമുക്ക് എത്ര എറർ കിട്ടുന്നുണ്ടോ ഇപ്പൊ ഒരു +5 ആണ് എന്ന് കരുതിക്കോ. അപ്പൊ നമ്മളൊരു മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥ വാല്യൂനേക്കാൾ ഒരു 5 കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ദ റീഡിംഗ് വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് ആക്ച്വൽ വാല്യൂ. അപ്പൊ അസേർഷൻ പറയുന്നത് ശരിയാണ്. Then reason: the zero error in vernier caliper might have happened due to the manufacturing defect or due to the റഫ് ഹാൻഡ്ലിംഗ്. യെസ്, അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റിന്റെ എറർ ആണ് ശരിക്കും അവിടെ ആ പോസിറ്റീവ് എറർ ഉണ്ടാവുന്നത്. സീറോ എറർ ഇൻ വെർനിയർ കാലിപ്പർ മൈറ്റ് ഹാപ്പൻ ഡ്യൂ ടു ദ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. അത് ശരിയാണ്. പക്ഷേ അസേർഷനും റീസണും ശരിയാണെങ്കിലും റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് അസേർഷൻ റീസൺ ആർ കറക്റ്റ്, ബട്ട് റീസൺ ഇസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റീസൺ ശരിയാണ്, ബട്ട് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ?